അതിസങ്കീർണമായാണ് ഗൾഫ് മേഖലയിലെ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 4-5 ദിവസമായി തുടർച്ചയായി പുലർച്ചെ അലാം ശബ്ദമടിക്കുന്നതിന് മുമ്പ് ഉഗ്ര സ്ഫോടക ശബ്ദങ്ങൾ കേട്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ആളുകൾ ഉറക്കമെഴുന്നേൽക്കുന്നത്. ആ നിലയിലേക്കൊക്കെയും ആക്രമണത്തിന്റെ തോത് വർദ്ധിച്ചു എന്നുള്ള വസ്തുത ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ നിലയിലേക്ക് ആക്രമണം കടുക്കുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വിവരം അത് ഈ കുവൈറ്റിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. വൈദ്യുതി നിലയങ്ങളും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. അത് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടെല്ല് തകർക്കുന്ന നിലയിലേക്കുള്ള ആക്രമണ ശ്രമങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ ഈ വൈദ്യുത മന്ത്രാലയം, കുവൈറ്റിന്റെ വൈദ്യുത മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക വക്താവ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഇന്ത്യക്കാരന് കൂടി ഈ ഒരു സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്, ഇറാൻ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇന്ത്യക്കാർ മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുത ഊർജ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണം. ഒപ്പം തന്നെ ഈ വെള്ളം ശുദ്ധിയാക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും കടൽ വെള്ളം ശുദ്ധീകരിച്ച് അത് ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ അത് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ജനജീവിതത്തിനെ സാരമായി ഡയറക്റ്റായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. ഒപ്പം തന്നെ UAE-യിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടന്നു. ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ 3 തവണയാണ് അലാം ശബ്ദം കേട്ടത്. അങ്ങനെ ഈ മേഖലകളൊക്കെയും കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൂഗിൾ തീർച്ചയായും വല്ലാത്ത ദുരവസ്ഥയാണ് ഈ അപായ ഭീഷണി മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സൈറനുകൾ കേട്ടുണരേണ്ടി വരുന്ന ഒരു നാട്. അതിനപ്പുറത്തേക്ക് അവരുടെ സ്വൈര്യജീവിതം ഇല്ലാതായിട്ട് കുറേ കാലമായി. ഇപ്പോൾ കുടിവെള്ളം പോലും മുട്ടുന്ന നിലയിലേക്ക് ആക്രമണങ്ങൾ, ഈ ജലം ശുദ്ധീകരിക്കുന്ന കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വരുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു നിലയിലേക്ക് പോവുകയാണ്.